അപ്പൊ അങ്ങനെ എല്ലാ മേഖലയിലും കൈവയ്ക്കുക, അവിടെ എല്ലാം തൻ്റെതായിട്ടുള്ള സ്ഥാനം ഉറപ്പിക്കുക. അങ്ങനെയാണ് ഷീലാമ്മയുടെ ഒരു ലൈഫ് പോകുന്നത്. അപ്പൊ ഈ സംവിധാനം തന്നെ എടുക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്തത് മധുസാറിനെ വെച്ചിട്ട് ഉള്ളൊരു മൂവിയാണ് യക്ഷഗാനം. യക്ഷഗാനം അതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ഞാൻ എപ്പോഴും അന്നൊക്കെ ഷോട്ട് കഴിഞ്ഞ് ഞാൻ പുറത്തു പോയില്ല. ഞാൻ സെറ്റിൽ തന്നെ ഇരിക്കും. സെറ്റിലിരുന്ന് ഡയറക്ടേഴ്സൊക്കെ പറയുന്നു ഷോട്ട് എങ്ങനെയാണ് വെക്കുന്നത്, ക്യാമറ എവിടെ വെക്കുന്നു, എവിടെ നിന്നാണ് ഇങ്ങനെ പോകുന്നത്, പിന്നെ ആ സ്ക്രിപ്റ്റിൽ ഇങ്ങനെ ഏത് രീതി ക്ലോസപ്പ് എവിടെയാണ് ക്ലോസപ്പ്, ഇതെങ്ങനെ ആ സ്ക്രിപ്റ്റും വായിച്ച് ചെയ്തൊക്കെ നോക്കും ഞാൻ. പിന്നെ ഞാൻ സത്യൻ സാറോട് പറയാം, സത്യൻ സാറൊക്കെ നസീർ സാറൊക്കെ പറയും, അയ്യോ ഇവിടെ ഒരു ക്ലോസപ്പ് വേണമായിരുന്നോ, കാരണം അവൾ എന്താണ് ആലോചിക്കുന്നതെന്ന് പറഞ്ഞ്. പിന്നെ അല്ലെങ്കിൽ ഞാൻ പറയും, അയ്യോ എന്തിനാ ഇവിടെ കൊണ്ടുപോയി ഒരു ക്ലോസ് വയ്ക്കേണ്ട, വല്ല ആവശ്യമുണ്ടോ, ഒരു അർത്ഥമില്ലാതെ ഞാൻ എങ്ങനെയാണ് ഈ എക്സ്പ്രഷൻ കൊടുക്കുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരിലൊരു ഷൂട്ടിങ്ങിന് പോയിരുന്നു. പടത്തിൻ്റെ പേരും പറയില്ല, ഡയറക്ടറിൻ്റെ പേരും പറയില്ല. ഷൂട്ടിങ്ങിന് പോയപ്പോൾ അവിടെ വന്നൊരു വലിയ വീട്, അവിടെ ഒരു മലയാളികൾ, അവിടെ വലിയൊരു ക്യാപ്റ്റനൊക്കെയാണ് അയാൾ. ഭയങ്കരമായിട്ട് ആ സ്ത്രീയുടെ ജീവിതത്തിലുള്ള ഭയങ്കര വിശേഷം എന്ന് വെച്ചാൽ മാസത്തിലൊരിക്കൽ ഒരു പ്രാവശ്യം വീട് മുഴുവനും പിങ്ക് കളറിലുള്ള സാധനങ്ങളും എല്ലാം പിങ്ക് ആയിട്ടെല്ലാം വെക്കും. പിന്നെ അടുത്ത ദിവസം ഇതെല്ലാം എടുത്തുകൊണ്ടുപോയി ഒരു ഗോഡൗൺ ഉണ്ട് അവർക്ക്, ഒരു റൂമിൽ തന്നെ വലിയ റൂം, എല്ലാം സിൽവറിലുള്ള സാധനങ്ങളെല്ലാം വയ്ക്കും. അപ്പോൾ ആ കാർപ്പറ്റും സിൽവർ കളറിലുള്ള കാർപ്പറ്റ്. ഇന്നൊരു പ്രാവശ്യം വന്ന് എല്ലാം ബ്രാസ് ആയിരിക്കും. അങ്ങനെ മാസം മാസം അവർ മാറ്റും. അങ്ങനെ വീട് സൂക്ഷിക്കുന്ന ഒരു സ്ത്രീ. അപ്പോൾ പിങ്ക് കളർ ഇട്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ അവിടെ ഷൂട്ടിങ് പോകുന്നത്. അവിടെ ഷീല നസീറൊക്കെ വരുന്നു പറഞ്ഞാൽ അന്നൊന്നും വീട്ടിന് വാടക കൊടുക്കില്ല. അവരിങ്ങോട്ട് പറയും, അയ്യോ എന്ന് പറഞ്ഞപ്പോൾ ഷീല നസീർ സത്യൻ എല്ലാവരും ഉണ്ട് ആ പടത്തില്. അന്ന് രാവിലെ ഞങ്ങളൊക്കെ കാത്തിരിക്കുകയാണ്. നോക്കിയപ്പോൾ ആ ഡയറക്ടർ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് കൂട്ടിച്ചിട്ട് വന്നിട്ട് ആ പിങ്ക് കാർപ്പറ്റിന്റെ മേലെ മുഴുവൻ അങ്ങ് ഛർദ്ദിച്ചു. ആ സ്ത്രീ അയ്യോ എന്ന് പറഞ്ഞിങ്ങനെ താഴെ വീണു ആ സ്ത്രീ. അവർ പറഞ്ഞിനി നിങ്ങൾ ആര് നസീറാണോ സത്യനാണോ ശരി, ഞങ്ങൾക്ക് ഒന്നും അറിയണ്ട, എല്ലാവരും പുറത്ത് പോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്കാണെങ്കിൽ കണ്ടിന്യൂറ്റി ആ സെറ്റിൽ എടുത്തേ എടുക്കണം. 4 സീനുണ്ടായിരുന്നു, കൊച്ചു സീനാണ്, 4 സീൻ എടുക്കണം. അയ്യോ അപ്പോൾ സത്യനൊക്കെ പോയി പറഞ്ഞു, മാഡം നിങ്ങളൊന്ന് ഈ ഡയറക്ടറിനെ പൊക്കിക്കൊണ്ടേ കാറിലിട്ടോ ഞങ്ങൾ പുറത്തയച്ചു. ഉടനെ ഇവരെല്ലാം പ്രൊഡക്ഷൻ ബോയ്സ് എല്ലാം കഴിവലും ഞങ്ങൾ ഇതിനുള്ള കാശ് തന്നേക്കാം, 4 സീനേ ഉള്ളത് എന്ന് പറഞ്ഞ് അങ്ങനെ കെഞ്ചി കുത്തടി അങ്ങനെയെല്ലാം ശരി. അപ്പോൾ ആര് ഡയറക്റ്റ് ചെയ്യും? അന്നൊക്കെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ടാവുള്ളൂ. ഒരു ഡയറക്ടർ 10-15 പേരൊന്നും ഉണ്ടാവില്ല. ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ, അതൊരു മണ്ടൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. അവനൊന്നും അറിയത്തില്ല. ഉടനെ ക്ലാപ്പ് കൂടി വന്ന് നിൽക്കും, അതും അവൻ തന്നെയായിരുന്നു. അങ്ങനത്തെ കാലഘട്ടമായിരുന്നു. അപ്പോൾ ആരാണ് ഇപ്പോൾ ഡയറക്റ്റ് ചെയ്യുന്നത്? അപ്പോൾ എപ്പോൾ നോക്കിയാലും ഞാൻ ഇങ്ങനെ കമൻ്റ് അടിച്ചുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ സത്യൻ സാർ എന്നോട് പറഞ്ഞു, ഇല്ലേ എപ്പോഴും ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ ഈ ഷോർട്ട്സ് തരില്ല, ഈ ഷോർട്ട്സ് തരില്ല. ഷീല തന്നെ 3 സീനുണ്ട്, ചെറിയ സീൻസാണ്, 3 സീനുണ്ട്, അത് എടുക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സാധനം ചെയ്ത് നോ ചെയ്യത്തില്ല, ഷീല ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാൻ ആ 3 സീനും ഒരു ഇത് നടക്കുമ്പോൾ 11 മണി രാവിലെ 6 മണിക്ക് മുമ്പ് ആ സ്ത്രീ പറഞ്ഞ് നിങ്ങൾ പൊയ്ക്കോളണം ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്. 6 മണി വരെയൊക്കെ ടൈമുള്ളൂ. 3 സീനും മല്ലിറാണി എന്നൊരു വലിയ ക്യാമറമാനാണ്. 3 സീനും ഞാൻ എടുത്തു. അപ്പോൾ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ്, അയ്യോ എന്നെ കൊണ്ട് ഡയറക്റ്റ് ചെയ്യാനുണ്ട്. അവരെല്ലാം ഓടി വന്ന് എന്നെ കൈ കൊടുത്തൊക്കെ അങ്ങനെ എടുത്തപ്പോൾ എല്ലാവർക്കും ഭയങ്കര അത്ഭുതം തോന്നി. അപ്പോൾ ഒരു ആത്മവിശ്വാസം വന്നു, ഓക്കെ ഞാൻ ഡയറക്റ്റ് ചെയ്യും. അങ്ങനെയാണ് ആഗ്രഹം. ഞാൻ പിന്നെ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ ഒക്കെ ഞാൻ എഴുതിയാണ് സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയറക്ഷനൊക്കെ കൂടിയാണ് ഞാൻ ചെയ്തത്. യക്ഷഗാനം അതേമാതിരിയാണ് ശിഖരങ്ങൾ. പിന്നെ വന്ന് നിனைவுകളെ നീങ്ങി വിടുന്ന ഒരു തമിഴ് ചെയ്തു ഞാൻ. പിന്നെ ഒന്ന് ചിരിക്കുന്നൊരു പടം, അത് മമ്മൂട്ടി ഹീറോ, ഞാൻ അഭിനയിച്ചിട്ടില്ല, ഡയലോഗ്സ് എന്നല്ല, ഓൺലി സ്റ്റോറി മൈൻ. അങ്ങനെ 4 പടത്തിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്തു. പിന്നെ എനിക്ക് തോന്നി, ഇതല്ല ഒരു ബോറ്. ഇതൊക്കെ ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ പടം പൊട്ടിപ്പോയാലേ അവർ പറയും, എല്ലാം ഡയറക്ഷൻ്റെ കുഴപ്പമാണ് കേട്ടോ, അവനും ഒന്നും അറിയത്തില്ല എന്ന് പറയും. പടം ഓടിയാ ഹീറോ അല്ലേ, ഹീറോനാ പേര്. ഞാൻ വിചാരിച്ചു വല്ല ആവശ്യമുണ്ടെന്ന് ഞാനിവിടെ കഷ്ടപ്പെട്ടു, എൻ്റെ ജോലി ഇതല്ല. ഭയങ്കര ടെൻഷൻ. അത് പക്ഷെ എന്നാലും ഒരു ആഗ്രഹത്തിന് പുറത്ത് 4 സിനിമകളിൽ വർക്ക് ചെയ്തു. 4 സിനിമയിൽ, അതായത് ആഗ്രഹിച്ച കാര്യം നടത്തി, എല്ലാം നടത്തി. അന്നത്തെ അസിസ്റ്റന്റ് ഡയറക്ടറിനെ പിന്നെ കണ്ടോ? അദ്ദേഹം ഒരു സംവിധായകനായോ? അതൊന്നും ആയിട്ടില്ല. അച്ചാരാമണി ഓശാരാമനാന്നൊരു പടം ഞാൻ അഭിനയിച്ചു. അതിലേ
ടേക്ക് നമ്പർ 4 3 3 എന്ന് പറഞ്ഞിട്ട് ഓടും ഒരു പയ്യൻ, ഒരു എല്ലി പിടിച്ചൊരു പയ്യൻ. അതാരാ? നമ്മുടെ ഫാസിൽ. ഓ ഈ ഫാസിലിന്റെ ശരി. അതൊക്കെ അവരുടെ കഴിവ് കൊണ്ട് വളർന്ന് കിളങ്ങിട്ട് വലിയ ആളാണ്. അപ്പൊ ഇനി ഞാൻ കുറച്ച് ഫോട്ടോസ്, അതായത് ഷീലാമ്മയ്ക്ക് പരിചിതമുള്ള കുറച്ച് ആളുകളുടെ കുറച്ച് ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം. ആ ഫോട്ടോ കാണുമ്പോൾ ആദ്യം മനസ്സിൽ ചിലപ്പോൾ സന്തോഷമായിരിക്കും, ചിലപ്പോൾ സങ്കടമായിരിക്കും, ചിലപ്പോൾ ദേഷ്യമായിരിക്കാം, ചിലപ്പോൾ അങ്ങനെ എന്ത് വേണമെങ്കിലും ആ ഫോട്ടോ കാണുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന കാര്യം നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാം. അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ റെഡി? അയ്യോ ജയൻ സാറിന്റെ അയ്യോ എനിക്കിത് കോളിളക്കം. കോളിളക്കം അതിലല്ലേ അങ്ങേര് മരിക്കുന്നത്. ഭയങ്കര അങ്ങേര് മരിക്കുന്നതിന് മുമ്പ് ഞാൻ കുറേ പടത്തിലൊക്കെ ശരസ്മഞ്ജരം ഇങ്ങനെ കുറേ പടത്തിലൊക്കെ അഭിനയിച്ചു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി 5 പേരും കൂടി 5 പ്രൊഡ്യൂസറും ചേർന്ന് ഒരു 5 ഫിംഗേഴ്സ് ഒരു കമ്പനി തുടങ്ങി. ശരി. ഞാൻ, ജയൻ, വേറെ 3 പ്രൊഡ്യൂസേഴ്സൊക്കെ ചേർത്ത് തുടങ്ങി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി തുല്യം പണം എടുത്തിട്ട് 5 ഫിംഗേഴ്സ് കമ്പനീൻ്റെ പേര് ഒക്കെ ഇട്ടിട്ട് ആ സമയത്താണ് ഇങ്ങനെ മരിക്കുന്നത്. അപ്പോൾ ജയൻ മരിച്ചപ്പോൾ ജയൻ്റെ ബോഡി കൊണ്ടുപോകുന്ന ആ ഫ്ലൈറ്റിൽ ഞാൻ വന്നിരുന്നു, അങ്ങേരുടെ സ്ഥലത്ത് പോയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ പിന്നെ ഒരു പ്രാവശ്യം ജയൻ്റെ അമ്മയെ പോയി കണ്ട് ഈ പണം തിരിച്ചു കൊടുത്തു ഞാൻ. എനിക്ക് ഞങ്ങൾക്ക് ഇഷ്ടമല്ല പിന്നെ ആ പ്രൊഡക്ഷൻ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട്. അത് ഭയങ്കര ഓർമ്മകളാണ്. അതെ അതെ അതെ. ഇനി അടുത്തത് ഈ ഭാസ്കരൻ. അതെ, ആദ്യ പടത്തിലെ ഡയറക്ഷൻ. ആദ്യ പടത്തിലെ എങ്ങനെ എടുത്തു? കാരണം ഞാൻ ഈ പ്രായം ഞാൻ ഫോട്ടോ കണ്ടില്ലേ, ആ സമയത്താണ് എന്നെ കൊണ്ടുപോകുന്നത്. എന്നെ വന്ന് അടുത്ത സെറ്റിലാണ്, ഈ സെറ്റിന് അടുത്ത സെറ്റ്, ഇത് ആ റൂം അങ്ങോട്ട് കഴിഞ്ഞാൽ അടുത്ത സെറ്റിൽ അവിടെ സത്യ മാസ്റ്റർ ഉണ്ടായിരുന്നു. പിന്നെ കാണാനായിട്ട് ഇങ്ങേരും ആ സ്റ്റുഡിയോ ഉടമസ്ഥനും കൂടെ വന്നിരുന്നു. അപ്പോൾ ആരോ മലയാളി പെണ്ണാണ്, കാണാൻ കൊള്ളാമെന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് സംസാരിച്ചു. എന്നിട്ട് ഞാനും എൻ്റെ അമ്മയും ഇവരെല്ലാവരും കൂടി സെറ്റിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ സത്യം സാർ ഇരിക്കുന്നുണ്ടായിരുന്നു. അവിടെ പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ പടത്തിൽ ഉദ്ദേശിക്കുന്ന പെണ്ണ്. ഈ കൊച്ചോ, ഇതിനോട് ഞാൻ അഭിനയിക്കാം. ഈ ഫോട്ടോയിൽ കണ്ടില്ലേ? അപ്പൊ അങ്ങേര് ഒത്തവരാണ്, ഞാനാണെങ്കിൽ ഇച്ചിരി. അപ്പൊ ഇങ്ങനെ പറഞ്ഞ വാക്ക്, അതൊക്കെ നമ്മുടെ ടൈലറും മേക്കപ്പ് മാനൊക്കെ ശരിയാക്കിക്കോളും എന്ന് പറഞ്ഞു. പെണ്ണ് സ്ത്രീ പൊക്കൊണ്ടല്ലോ, ഇതൊരു സ്ത്രീ ആക്കിക്കോളും എന്ന് പറഞ്ഞ വാക്ക്. അങ്ങനെയാണ് നമുക്ക് മലയാളത്തിൽ ഒരുപാട് പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. തറവാട്ടമ്മ, കള്ളിച്ചെല്ലമ്മ, അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ എഴുതിയ പാട്ടുകൾ ഒരുപാട് പടങ്ങളിൽ ഞാൻ പാടി. അതെ 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 അതെ. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ആരാൻ നോക്കാം. സത്യൻ സാർ എക്കാലത്ത് മറക്കാനൊക്കാത്ത എൻ്റെ ജീവിതത്തിൽ ഒരു പാർട്ട് ഓഫ് മൈ ലൈഫ് എന്ന് പറയാം. അത്രത്തോളം സ്വാധീനിച്ച് നല്ല കഥാപാത്രങ്ങൾ ചെയ്തതെല്ലാം സത്യൻ സാറിന്റെ കൂടെയായിരുന്നു. ഈ ആദ്യത്തെ സിനിമ സത്യൻ മാഷിന്റെ കൂടെ ആയിരുന്നു. ആദ്യത്തെ പടം സത്യൻ മാഷായിരുന്നു. ആദ്യമായിട്ട് ഇങ്ങേർക്ക് ബ്ലഡ് ക്യാൻസർ എന്നുള്ളത് അറിയുന്നതും ഞാനൊരു നേഴ്സാണ്. വൈറ്റ് സാരി കെട്ടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു ഒരു കൊളക്കടവിൽ. അങ്ങേര് എൻ്റെ മടിയിൽ തല വെച്ച് കിടന്ന് സംസാരിക്കുന്നതാണ്. അപ്പം ഇങ്ങനെ പെട്ടെന്ന് എഴുന്നേറ്റപ്പോൾ എൻ്റെ സാരി മുഴുവനും ചോര. അപ്പം ഞാൻ പേടിച്ച് പോയി, വേറെ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് വിചാരിച്ച് ഞാൻ പേടിച്ച് പോയപ്പോൾ നോക്കിയപ്പോൾ അങ്ങേരുടെ മുഖത്തും മൂക്കിലൊക്കെ ചോര. അപ്പോഴാണ് പുറത്തുള്ളവരെ അറിയുന്നത്. അതുവരേക്കും ആരും സേതുമാധവനും സത്യൻ സാറിന് അല്ലാതെ വേറെ ലോകത്ത് വേറെ ആർക്കറിയില്ല അങ്ങേർക്ക് ഇങ്ങനെ ഒരു രോഗമുള്ളത്. അന്നാണ് ആദ്യമായിട്ട് അറിയുന്നത്. അറിഞ്ഞ ഉടനെ അവിടെ നിന്ന് പ്രൊഡക്ഷനിലെല്ലാം ഓടി വന്ന് ആ കാറ് പറഞ്ഞ് ഞങ്ങൾ കാർ എടുക്കാമെന്ന്. കാറൊന്നും വേണ്ട, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങേ ഒരു ഫിയർ കാറിൽ അങ്ങ് തന്നെ വണ്ടി ഓട്ടിച്ചിട്ട് ഇങ്ങനെ രാത്രി തുടച്ചിട്ട് അങ്ങ് പോയി. ഡോക്ടറെ അടുത്ത് പോയിട്ട് എല്ലാവരും ബ്രേക്ക് ചെയ്യണ്ട കേട്ടോ, ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് 1 hour പോയി രക്തമൊക്കെ കയറ്റിയിട്ട് പിന്നെ വന്ന് അഭിനയിച്ചു. പിന്നെ വേറെ ഒരു പടത്തിൽ അഭിനയിക്കുമ്പോൾ എൻ്റെ മുൻവശത്ത് തന്നെ ഇങ്ങനെ നിൽക്കും, മൂക്കിൽ 2ലും പഞ്ചി വയ്ക്കും. അപ്പോൾ നിങ്ങൾ അവിടെയാണെങ്കിൽ, ക്യാമറ അവിടെയാണെങ്കിൽ, അപ്പോൾ നിങ്ങളുടെ മൂക്കിൽ ഈ പഞ്ഞി എടുത്താൽ ചോര വരും. ഓഹോ. ഞാനാണെങ്കിൽ പ്രേമം, നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാനൊക്കെ ഇല്ല എന്താ എന്നൊക്കെ പറയുന്നത്. അങ്ങേൻ്റെ മൂക്കിൽ നിങ്ങൾ ചോര വരുമ്പോൾ എന്ത് പറയാനാ ഞാൻ. എന്നൊക്കെ ഒരുപാട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അങ്ങേരോട്. അദ്ദേഹം അതെല്ലാം സഹിച്ച് അഭിനയിച്ചു. മരണം വരയ്ക്ക് അഭിനയിച്ചു. അങ്ങേരുടെ മരണത്തിന് ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടായിരുന്നു. സ്റ്റുഡിയോയിൽ ഞങ്ങളുടെ അവിടെ ഒരു വലിയ ഹോസ്പിറ്റലായിരുന്നു മരിച്ചത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ വാക്ക്, ഞങ്ങൾ 3 ദിവസമായിട്ട് ആ ഹോസ്പിറ്റലിൽ ഞങ്ങളെല്ലാവരും ഫുൾ സിനിമ ഫീൽഡ് കാത്തിരിക്കുക. ഡോക്ടർ ഈസ് റെഫ്യൂസിങ് ടു ഡൈ, മരിക്കില്ല എന്ന് പറഞ്ഞ് റിഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. അങ്ങനെ ശക്തിയുള്ള ഒരാളാണ്. ഞാൻ മരിക്കില്ല, ഞാൻ ജീവിക്കും. അങ്ങനെ 3 ദിവസം കഴിഞ്ഞിട്ടാണ് മരിച്ചത്. അതൊക്കെ എന്താ പറയുന്ന പോലെ എനിക്കറിയില്ല. ചില ആളുകൾക്ക് അറിയാത്ത കാര്യങ്ങളായിരിക്കാം, പക്ഷെ ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ
എന്താ പറയാ, എത്ര വലിയ ലെജൻഡ് ആൾക്കാരാണ് നമുക്ക് ചുറ്റും ഉണ്ടായിരുന്നതെന്ന് ഒരു ഓർമ്മ അല്ലെ. ഇനി അടുത്തത് സീമ ചേച്ചി ആൻഡ് IV ശശി സാർ. ഭീമ എന്ന് പറഞ്ഞാൽ കുറേ കാലത്തിന് മുമ്പ് രതികുല രതിയേവൻ എവിടെ എന്നൊക്കെ ഒരു പാട്ടുണ്ട്. അപ്പോൾ എൻ്റെ ടീമിലുള്ള ഒരു പാട്ടാണ്. അതിൽ അസിസ്റ്റന്റ് ഡാൻസ് മാസ്റ്റർ ആയിട്ട് വന്നിട്ടുണ്ട് ഇവര്. സീമ ചേച്ചി ഡാൻസിൽ അതിന് അസിസ്റ്റന്റ് ഡാൻസ് മാസ്റ്റർ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അനുഭവം എന്ന് പറഞ്ഞില്ലേ, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം, അതിന്റെ ഡയറക്ടർ ആയിരുന്നു IV ശശി. അങ്ങനെ അങ്ങേരുടെ പടത്തില് ഇവരുടെ ഒരു റൊമാൻസ് നടക്കുന്ന സമയത്തൊക്കെ അയ്യോ ഇവരെന്താ ഞങ്ങളെ അമേരിക്കയിലേക്ക് വിളിച്ചു കേട്ടോ. അമേരിക്കയിലേക്ക് ഒരു പ്രോഗ്രാമിന് ഞങ്ങൾ വിളിച്ചിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ശരി, സീമയും പറഞ്ഞു ഞാൻ തനിച്ചാണ് വരുന്നത്. അപ്പം ഞാനും പറഞ്ഞു ഞാനും തനിച്ചാണ് വരുന്നത്, ഇതിനു വേണ്ടി ഒരാൾ വരണ്ട എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരേ റൂമിൽ താമസിക്കാം. അമേരിക്കയിലൊക്കെ പോയി നമുക്ക് ആരില്ലാതെ പോയി താമസിക്കാനൊക്കെ പറ്റില്ല. ഒരു റൂമിൽ ഹോട്ടലിൽ ഒരു റൂം മുറി എടുക്കാന്ന് ഈ പറഞ്ഞ ഒഴികെ ഇവർ രണ്ടുപേരും ലവായി കല്യാണം കഴിഞ്ഞു. അവന്റെ ഹണിമൂൺ അവിടെയാ അമേരിക്കയിൽ. അപ്പൊ ഞാൻ ഒറ്റയ്ക്കായി പോയി. സീമയെ വിശ്വസിച്ച് സീമ എന്നെ ചതിച്ചു. അതന്നെ ഹണിമൂൺ അവിടെ വന്നിട്ട്. അടിപൊളി. ഇനി നോക്കാം, ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന്. ഒരുപാട് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. വെട്ടി തുറന്ന് പറയുന്ന ഒരാള്, അങ്ങനെ ഒരു ടൈപ്പില്ലേ, സത്യന്റെ വേറെ ടൈപ്പ്. അത് ശരി. ഏകദേശം എത്ര പടങ്ങളിൽ നിങ്ങൾ അഭിനയിച്ചു? ഞങ്ങളൊരു 10, 50, 60 പടത്തിൽ അഭിനയിച്ചു. ഈ ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോ നമ്മൾ മിമിക്രി ആൾക്കാർ പറയുമല്ലോ, ഒരു ആ ശോഭ ശീലാമ്മയായിരുന്നോ? ശോഭയെ ഞാനൊരു വികാര ജീവിയാണെന്നൊക്കെ പറയും. പിന്നെ നിന്നെ ഞാനിപ്പോ ഇന്ന് ബലാസംഗം ചെയ്യാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ സീനിൽ അഭിനയിച്ചിട്ടുണ്ടോ ഷീലാമ്മ ഇദ്ദേഹത്തിന്റെ കൂടെ? ഞാൻ നിന്റെ അകത്തിലാണ് വന്നിരിക്കുന്ന ആരെങ്കിലും പറഞ്ഞോണ്ട് വരുമോ? ഞാൻ വിചാരിക്കും അന്നുള്ള ആൾക്കാർ എന്ത് ഡയലോഗ് എഴുതി വെച്ചിരിക്കുന്നത്. അയ്യോ എനിക്ക് വയ്യ. ഇപ്പോഴും ആൾക്കാർ ആ ഡയലോഗ് ഭയങ്കര ഹിറ്റാണ്. ആ ഡയലോഗ് ഒരു പടത്തിൽ ഇവര് ജയനും പറയുന്നുണ്ട് ഇതുപോലെ. ഞാൻ കുളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ജയൻ വന്ന് നിൽക്കുന്നു, നിന്നെ ഞാനൊന്ന് ബലാത്സംഗം ചെയ്താലോ. അവിടെ നസീർ വന്നിട്ട് അതെ അപ്പൊ തന്നെ നസീർ സാറ് 2 ഇടി കഴിഞ്ഞു.